ബി.ജെ.പിയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്താ? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിലെത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. അപ്പൊ ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. ബി.ജെ.പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് CPM പ്രതിനിധിയെ അയക്കരുതെന്ന് വാശി പിടിച്ച മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി.ജെ.പിയുമായി ഏറ്റുമുട്ടുകയാണ്. ബി.ജെ.പിക്ക് സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷം സജീവമായതുകൊണ്ടാണ്. ബി.ജെ.പിക്ക് സ്പേസ് ഇല്ലാത്തത് കേരളത്തിൽ. ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കും. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല കേരളത്തിൽ നിന്ന്. ഒരു വിഷയം കൂടി പറയട്ടെ. ബി.ജെ.പി ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്. ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.